പാകിസ്ഥാന്റെ ധിക്കാരത്തിന് അഫ്ഗാനിസ്ഥാൻ നൽകുന്ന മറുപടി എന്തായിരിക്കും? അയൽ രാജ്യങ്ങളെ വിരട്ടി കൂടെ നിർത്താമെന്ന ഇസ്ലാമാബാദിന്റെ മോഹം പാളുകയാണ്. അഫ്ഗാനിസ്ഥാനെ വരുതിയിലാക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വച്ച വിചിത്രമായ നിബന്ധനകൾ കേട്ട് മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് തുർക്കി പോലും പിന്മാറിയിരിക്കുന്നു. ഇവരുമായി ഇനി ഒരു ചർച്ചകളുമില്ല, നേരിട്ട് പോരാട്ടത്തിലേക്ക് കടക്കാമെന്ന സൂചനയാണ് അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് വരുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം പരിഹരിക്കാൻ സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകൾ പാതി വഴിയിൽ അങ്ങനെ തകർന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം തുർക്കിയുടെ പിന്മാറ്റമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത അത്രമേൽ ആഴത്തിലുള്ളതാണെന്നും സമാധാന ചർച്ചകൾ കൊണ്ട് ഇനി ഗുണമില്ലെന്നും വ്യക്തമാക്കിയാണ് തുർക്കി ഔദ്യോഗികമായി പിന്മാറിയത്. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത്രമേൽ പരിഹാസ്യവും അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതുമാണ് എന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. എന്താണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് എന്ന് നോക്കിയാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. അഫ്ഗാനിസ്ഥാനിലുള്ള TTP തീവ്രവാദികളെ, തെഹ്രീക്ക് താലിബാൻ തീവ്രവാദികളെ മുഴുവൻ പാകിസ്ഥാന് കൈമാറണം എന്നാണ് ഒന്നാമത്തെ ആവശ്യം. പോരാത്തതിന് ഡ്യൂറന്റ് ലൈൻ അതിർത്തിയുടെ ഇരുവശത്തുമായി 5 കിലോമീറ്റർ വീതം ബഫർ സോൺ നിർമ്മിക്കണം. ഇതിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും പാക് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന കടുംപിടുത്തത്തിലാണ് പാകിസ്ഥാൻ. അതായത് അഫ്ഗാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു പാക് തന്ത്രമാണിത്. ഇതിനോട് അഫ്ഗാൻ ഇപ്പോൾ മുഖം ധരിച്ചു നിൽക്കുകയാണ്. അഫ്ഗാൻ എന്നല്ല ഒരു രാജ്യവും ഇതിനനുവദിക്കില്ല. 3 വട്ടം ചർച്ചകൾ നടന്നിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത പാകിസ്ഥാന്റെ ഈ വല്യേട്ടൻ മനോഭാവമാണ് തുർക്കിയെ പോലെ ഒരു രാജ്യത്തെ പോലും പിന്തിരിപ്പിച്ചത്. അഫ്ഗാനിസ്ഥാൻ ഒരു കാരണവശാലും ഈ അടിമത്തം അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡ്യൂറന്റ് ലൈനിൽ ഇതിനോടകം തന്നെ വെടിവയ്പും സംഘർഷവും രൂക്ഷമാണ്. പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കടന്ന് പരിശോധന നടത്തുന്നത് അഫ്ഗാൻ സേനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. അഫ്ഗാനിസ്ഥാൻ വഴങ്ങുന്നില്ല, മധ്യസ്ഥർ കൈവിടുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഈ അനാവശ്യ ശാഠ്യം അവർക്ക് തന്നെ വലിയ വിനയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതിരോധത്തിലായ പാകിസ്ഥാന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.